കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ ഒന്നാണ് മാരുതി സുസുക്കി വാഗ്നർ. 1999-ലാണ് ഇത് ആദ്യമായി ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത്. നിലവിൽ ഫാക്ടറിയിൽ ഘടിപ്പിച്ച CNG പതിപ്പിനൊപ്പം 1 ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിനുമായി ഹാച്ച്ബാക്കിന്റെ മൂന്നാം തലമുറ മോഡൽ രാജ്യത്ത് വിൽപ്പനയ്ക്കുണ്ട്. പുതിയ തലമുറ മാരുതി സുസുക്കി വാഗണാർ ഫുൾ ഹൈബ്രിഡ് സംവിധാനത്തോടെ അവതരിപ്പിക്കുമെന്ന ജാപ്പനീസ് മാധ്യമങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് ശരിയാണെന്ന് തെളിഞ്ഞാൽ സമ്പൂർണ്ണ ഹൈബ്രിഡ് സംവിധാനമുള്ള ആദ്യത്തെ ചെറുകാറായി വാഗണാർ മാറും. ജപ്പാൻ സ്പെക് വാഗണാർ ഫുൾ ഹൈബ്രിഡിന്റെ പുതിയ ജനറേഷൻ പതിപ്പിൽ 666cc 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനും 1 ഇലക്ട്രിക് മോട്ടോറും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പെട്രോൾ എഞ്ചിൻ 53 bhp കരുത്തും 58 Nm പീക്ക് ടോർക്കും വികസിപ്പിക്കുമ്പോൾ ഇലക്ട്രിക് മോട്ടോർ 10 bhp കരുത്തും 29.5 Nm ടോർക്കും നൽകുന്നു. ഈ ഫുൾ ഹൈബ്രിഡ് പവർ ട്രെയിൻ സജ്ജീകരണം ഒരു ECVT ഗിയർ ബോക്സുമായി ജോഡിയാക്കും. അളവുകൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് വിപണിയിലെ പുതിയ തലമുറ വാഗണാർ ഫുൾ ഹൈബ്രിഡ് മോഡലിന് 3395 mm നീളവും 1475 mm വീതിയും 1650 mm ഉയരവും ഉണ്ടായിരിക്കും. യഥാക്രമം 2460 mm 850 കിലോഗ്രാം ആയിരിക്കും വീൽ ബേസും കർബ് ഭാരവും. അടുത്ത തലമുറ വാഗണാറിന് ഹിങ്കറ്റ് ഡോറുകളുടെ സ്ഥാനത്ത് സ്ലൈഡിംഗ് ഡോറുകളായിരിക്കും ഉണ്ടാവുക. ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ സജ്ജീകരണത്തോടെയാണ് മാരുതി സുസുക്കി നിലവിൽ ഗ്രാൻഡ് വിറ്റാര SUV വാഗ്ദാനം ചെയ്യുന്നത്. ഇത് 27.97 km/ലിറ്റർ എന്ന സെഗ്മെന്റിലെ മികച്ച മൈലേജ് ആണ് നൽകുന്നത്. ഇത് ഇതിനകം തന്നെ വാഗണാർ ഓട്ടോമാറ്റിക് ഇന്ധനക്ഷമതയായ 25.19 km/ലിറ്ററിനേക്കാൾ കൂടുതലാണ്. നാലാം തലമുറ മാരുതി വാഗണാറിന് ഒരു ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കുകയാണെങ്കിൽ ലിറ്ററിന് 30-ന് മേലെ കിലോമീറ്റർ മൈലേജ് എളുപ്പത്തിൽ നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിലോഗ്രാമിന് 33.47 കിലോമീറ്റർ എന്ന CNG പതിപ്പിന്റെ ഇന്ധനക്ഷമതയെ പോലും മറികടക്കാൻ ഇതിന് കഴിയും. സാധാരണ ICE മോഡലുകളെ അപേക്ഷിച്ച് ഫുൾ ഹൈബ്രിഡ് വാഹനങ്ങൾ ചെലവേറിയതാണെന്നത് രഹസ്യമായ ഒരു കാര്യമല്ല. മാരുതി സുസുക്കി വാഗണാറിന് 5.55 ലക്ഷം രൂപയാണ് പ്രാരംഭ വില വരുന്നത്. കൂടാതെ ഒരു ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം ചേർക്കുന്നത് ഹാച്ചിന്റെ മൊത്തത്തിലുള്ള വില ഗണ്യമായി ഉയർത്തും. എന്നിരുന്നാലും ഫുൾ ഹൈബ്രിഡ് വാഗണാറിന് താങ്ങാനാവുന്ന വില ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. ജപ്പാനിലേക്ക് പോകുന്ന വാഗണാർ ഫുൾ ഹൈബ്രിഡിന്റെ വില 1.3 ദശലക്ഷം yen, അതായത് ഏകദേശം 7.22 ലക്ഷം രൂപയാണ്. വാഗണാർ ഫുൾ ഹൈബ്രിഡിന്റെ റേഞ്ച് ടോപ്പിംഗ് വേരിയന്റുകൾക്ക് 1.9 ദശലക്ഷം yen, അതായത് ഏകദേശം 10.55 ലക്ഷം രൂപയാണ് വില വരുന്നത്. വാഗണാർ ലൈനപ്പിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ZXi Plus AGSന് 7.21 ലക്ഷം രൂപയും CNG ട്രിമുകൾക്ക് 6.45 മുതൽ 6.90 ലക്ഷം രൂപയുമാണ് വില വരുന്നത്. അതുകൊണ്ട് തന്നെ വിലയിലെ വർധനവ് വളരെ വലുതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ഇതൊരു താങ്ങാനാവുന്ന ഫാമിലി കാറായി തുടരുകയും ചെയ്യും.